ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റിൽ തന്നെ പിന്നെ ഇതിലൊരു പിന്നെ സ്റ്റിച്ചിൽ വീഡിയോ ഞാൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതാ 4 പീസാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസാക്കി മടക്കുമ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് ലെങ്ത്താണ് കേട്ടോ കാണേണ്ടത്. അപ്പോൾ എനിക്കിതിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 പീസ് എവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ലെങ്ത്ത് കിട്ടാത്തപ്പോൾ നമ്മൾ എന്താട്ടണം, പിന്നെ വീതിയിൽ സെൻറ്റർ മടക്കിയിട്ട് 4 പീസാക്കുക. നീളം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നീളത്തിൽ സെൻറ്റർ മടക്കിയിട്ട് 4 പീസാക്കി മടക്കിയെടുക്കുക കേട്ടോ. അത് ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ ലെങ്ത്താണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ലെങ്ത്ത് ഇതാ അതിൻ്റെ ഇവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ലെങ്ത്ത് ഇൻ്റെത് 39 കേട്ടോ എനിക്ക് ലെങ്ത്ത് കിട്ടുന്നത്. അതിക്ക് 4 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടി കൊടുക്കണം. 39ക്ക് 4 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ 43 കിട്ടും. അപ്പോൾ നമ്മൾ 43 എടുക്കണം കേട്ടോ ലെങ്ത്ത്. അപ്പോൾ എൻ്റെ അതവിടെ 43 ഇവിടെയാണ് വരുന്നത് കേട്ടോ. അതിൽ തന്നെ നമ്മൾ അലാസ്റ്റിക്കിന് മടക്കുന്നതും തയ്യൽ തുമ്പൊക്കെ ആ 43-ൽ പെടും കേട്ടോ. കാരണം 39 + 4 അപ്പോൾ എനിക്കാവും 43. ആ 43 വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ. അത് വലിയവർക്കൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. 43-ന് തന്നെ ലെങ്ത്ത് എടുക്കണം. അല്ല 43-ലല്ല, അരവണ്ണം നമ്മളെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് നമുക്ക് കിട്ടണത്. ചിലർക്ക് 40 ആവും, എനിക്ക് 39 ലെങ്ത്ത് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിക്ക് എന്തായാലും 4 ഇഞ്ച് ഞങ്ങൾ വലിയവർക്ക് 4 ഇഞ്ച് കൂട്ടി കൊടുക്കണം കേട്ടോ. ചെറിയവർക്ക് അത്ര ഇഞ്ചൊന്നും കൂട്ടണ്ട, ചെറിയവർക്ക് 2 ഇഞ്ചൊക്കെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. 43 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ 43 ഇഞ്ച് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ അലാസ്റ്റിക് ഇടാനുള്ളതൊക്കെയാണ് കൂടിയിട്ടാണ് 43 ഇഞ്ച് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കാണേണ്ടത് എന്താ വെച്ചാൽ അരവണ്ണാണ് കേട്ടോ. അപ്പം അരവണ്ണത്തിന് ഞാൻ എന്ത് കേട്ടത്, ഇവിടെ നമ്മളെ മുകൾ ഭാഗത്ത് അരവണ്ണം എടുക്കണം കേട്ടോ. അരവണ്ണം എനിക്ക് 40 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 40 ഇഞ്ചിലേക്ക് നമ്മൾ 10 കൂട്ടി കൊടുക്കണം. അപ്പോൾ എത്രയായി, 50. അപ്പോൾ 50/4, 50-നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടി, 12.5 കിട്ടി. അതാണ് എൻ്റെ അരവണ്ണം കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടുന്ന് പിന്നെ ആണ് ഞാൻ എടുക്കുന്നത് 40 + 10 അപ്പോൾ 50. 50/4, 50-നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 12.5 കിട്ടി. അപ്പോൾ 12.5 ഞാനിവിടെ അടയാളപ്പെടുത്തി. അരവണ്ണം എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിലേക്ക് 10 കൂട്ടി കൊടുത്തിട്ട് അതിനെ നമ്മൾ പിന്നെ 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്നതാണ് നമുക്ക് അരവണ്ണം വരുന്നത്. അപ്പോൾ എനിക്ക് വരുന്നത് 40 അപ്പോൾ 40-ലേക്ക് 10 കൂട്ടി കൊടുക്കുമ്പോൾ 50 കിട്ടി. ആ 50-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 12.5 കിട്ടി. അതാണ് ഞാൻ അരവണ്ണം അവിടെ ഞാൻ ശരിയാക്കി കൊടുത്തത്, അടയാളപ്പെടുത്തി കൊടുത്തത്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താ പറയുക, ക്രോച്ച് ലെങ്ത്ത്. ക്രോച്ച് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഷേപ്പ്, നമ്മളെ പാൻറ്റിനൊരു ഷേപ്പ് ഉണ്ടാവും. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇത് കിട്ടിയത് 39 എൻ്റെ ലെങ്ത്ത് കിട്ടിയത്. ആ ലെങ്ത്തിലേക്ക് 5 കൂട്ടി കൊടുക്കുക. 5 കൂട്ടി കൊടുക്കുമ്പോൾ 44 കിട്ടും. ആ 44-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 14.5 കിട്ടും. അതിലേക്ക് +1 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പം 15.5 കിട്ടും കേട്ടോ. അതാണ് ഇവിടെ നമ്മൾ ക്രോച്ച് ലെങ്ത്ത് കാണുന്നത്, 15.5. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വരച്ച് കൊടുക്കണം, ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രോച്ച് ലെങ്ത്ക്ക് നമ്മൾ ഒരു സ്കെയിലെടുത്തിട്ട് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ വരച്ച് കൊടുത്തിട്ട് നമുക്കത് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തും കേട്ടോ. അതൊക്കെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഒരു സ്കെയിലെടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു പിന്നെ 3 ഇഞ്ചോ അല്ല 2 ഇഞ്ച്, 2 ഇഞ്ചിന് മതി കേട്ടോ. ചിലർക്ക് 3 ഇഞ്ച് വേണം. അവിടെ ഒരു 1.5-2 ഇഞ്ച് എടുത്തിട്ട് അവിടെ ഒരു ഷേപ്പ് കൊടുക്കുക കേട്ടോ, കർവാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇവിടേക്ക് കിട്ടിയത്, ഇവിടേക്ക് നമുക്ക് 15.5 കിട്ടിയത്. അപ്പോൾ 15.5-ൻ്റെ പകുതി എടുക്കുക, 7.25 എടുക്കുക. 7.25 എടുത്തിട്ട് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അടയാളപ്പെടുത്തിയിട്ട് അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഷേപ്പാക്കി കൊടുക്കുക. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താ വെച്ചാൽ അടിലൂസാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ അടിലൂസ് വലിയവർക്ക് 8, 6 അങ്ങനെ എടുക്കുക കേട്ടോ. 8 എടുക്കുക, 6 എടുക്കുക. പിന്നെ ചില നിങ്ങളെ ഇഷ്ടത്തിന് 7 വേണമെങ്കിൽ 7 എടുക്കുക. പക്ഷേ 8, 6, 4 ആ ലെവലിൽ അങ്ങനെ പോവല് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതാ അടിലൂസ് ഇവിടെയാണ് കേട്ടോ, ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ പിടിച്ചിട്ട് എനിക്ക് അങ്ങനെ കിട്ടണില്ല. അപ്പോൾ നമുക്ക് അടിലൂസ് എടുക്കാം കേട്ടോ. ഞാൻ ഇതാ അടിലൂസ് ഇവിടെയാണ്.
അപ്പോൾ അടി ലൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലത്ര അങ്ങനെ എടുക്കാൻ പറ്റില്ല. 8, 6, 6, 8 അങ്ങനെ ആ ലെവലിൽ എടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് എത്ര വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. എൻ്റെത് അടി ലൂസ് ഇത്ര മതി, എൻ്റെ പേനിൻ്റെ അടി ലൂസ് ഇത്ര മതി, അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ 8 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ 8 എന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിലൊക്കെ തയ്യൽ തുമ്പ് അടക്കതിൽ പെടും കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ച് പോയാലും ഒരു 1/2 ഇഞ്ച് പോയാലും നമുക്ക് 7 ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഞാൻ ഇനി ഇവിടുന്ന് എന്തായിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അതിന് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. താഴെ ഭാഗത്ത് പിന്നെ നമുക്കൊരു 2 ഇഞ്ച് മുകളിലേക്ക് ഇതാക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമ്മളെ അടി ലൂസിൻ്റെ അവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്കൊന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. 2 ഇഞ്ച് വരച്ച് കൊടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് ഇങ്ങോട്ട് കർവാക്കി കൊടുക്കട്ടെ, ഇങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കട്ടോ, വരച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു 8 ഇഞ്ചുമൊക്കെയല്ല കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഈ ഒരു കർവ് നമ്മളാക്കി കൊടുത്തില്ല, ഷേപ്പാക്കി കൊടുത്തില്ല. ആ ഷേപ്പാക്കിയ മക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ വെട്ടേണ്ട രൂപമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഈ വെട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളെ വരച്ച വരണ്ട അതേ ലൈനിൽ തന്നെ അങ്ങോട്ട് വെട്ടണം. അപ്പോൾ ഇതാ നമ്മളെ പാൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പാൻറ്റ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഒരു നല്ല സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നമുക്ക് തന്നെ കട്ട് ചെയ്യാം. ഞാൻ ഇതിൽ പ്രത്യേകം അളവുകളൊക്കെ ഞങ്ങൾക്ക് നല്ലോണം പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ചെയ്യരുത്. അതാ ഈ വരച്ച ഈ ലൈനിലൂടെ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ കത്രിക എന്തോ ആയിന്, അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മുകളിലേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരിക. അത് എൻ്റെ കത്രിക എന്തോ മൂർച്ച എന്തോ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലേനി കത്രികമേലെന്തോ ഇതുണ്ട്, അത് ഇനി നന്നാക്കാൻ കൊണ്ടുപോകണം. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഇങ്ങനെ വെട്ടി കൊടുക്കട്ടോ. ഇനി നമുക്ക് അവിടെ നിന്നും കൂടി എൻ്റെ ടേബിൾ വലിപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ടേബിളൊക്കെ വാങ്ങിയിട്ട് വേണം നല്ലൊന്ന് ഇതാക്കാൻ. ഇനി നമുക്ക് ഇവിടെ നിന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അത് കത്രികമേൽ എന്തോ പശ എന്തോ ഒട്ടി കിടക്കുന്നുണ്ട്, അതാണ് ഞാൻ കണ്ടിട്ടില്ലേനി. പിന്നെ അത് ക്ലിയർ ആക്കണം. ഇനി ഞാൻ നാളെ ചുരിദാർ കട്ടിങ് ആട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ശേഷം ഇടുന്ന പിന്നെ വീഡിയോ ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പാൻറ്റ് റെഡിയായി. ഇനി ഞാനിത് അടിക്കണത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് തന്നിട്ട് ഞാൻ പാൻറ്റിൻ്റെ ടോപ്പ് ഇടുള്ളൂ കേട്ടോ. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കട്ടിങ് ഇടുള്ളൂ, പിന്നെ ഞാൻ സ്റ്റിച്ചിങ് ഇടുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പിന്നെ കോമ്പട്ട് മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടിയെടുത്തതാണ്. ഇനി നമുക്ക് പാൻറ്റ് അടിക്കുന്ന വീഡിയോ എന്തായാലും ഞാൻ നാളെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെ പാൻറ്റ് ഇലാസ്റ്റിക് വെക്കണം അതൊക്കെ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും.